കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 9 നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലുത്തീനിയായിൽ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ എന്ന് പരിശുദ്ധ മറിയത്തെ നാം അഭിസംബോധന ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെ എന്തുകൊണ്ടാണ് നിർമ്മല കന്യക എന്ന് വിശേഷിപ്പിക്കുന്നത്? കന്യാത്വം നിർമ്മലതയുടെയും മാതൃത്വം അഭിവൃദ്ധിയുടെയും പ്രതീകമാണ്. കന്യക എന്നാൽ അനുവദനീയങ്ങളായ ശാരീരിക സന്തോഷങ്ങളെ വർജിച്ചുകൊണ്ട് ആത്മശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കുന്നവളാണ്. കന്യാത്വത്തെ 3 ഗണങ്ങളായി തിരിക്കാം: ശാരീരികം, ഐന്ദ്രികം, ആത്മികം. സകലവിധ ശാരീരിക സന്തോഷങ്ങളിൽ നിലനിന്ന് ശരീരത്തിന്റെ പൂർണ്ണതയും ഭദ്രതയും പാലിക്കുന്നതാണ് ശാരീരികം. പാപവാസനയ്ക്കും ദുരാശകൾക്കും അടിമപ്പെടാതെ ഇന്ദ്രിയങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതാണ് ഐന്ദ്രികം. ശുദ്ധതയ്ക്കെതിരായ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ആത്മികം. ഇവയെല്ലാം പാലിക്കുന്നവളാണ് കന്യക. ഇവ 3 പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ ഉള്ളതായി വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യങ്ങളും മതബോധന ഗ്രന്ഥവും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറിയം നിത്യകന്യയാണ്. കാരണം മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും നിത്യകന്യയായി നിലകൊണ്ടു. അവൾ ഗർഭിണിയായ കന്യകയാണ്, മാതാവായ കന്യകയാണ്, പ്രസവശേഷവും കന്യകയാണ്, നിത്യകന്യയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യകന്യയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ഉള്ളിൽ വിശുദ്ധത എന്ന പുണ്യം നിലനിർത്തണമേ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.